Hello everyone, welcome back to another class of organizational behavior. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. എസ്സേക്കൊക്കെ ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ട്രാൻസാക്ഷണൽ അനാലിസിസ്? നമ്മുടെ ഓർഗനൈസേഷൻ ബിഹേവിയറിലെ 11ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന ഒരു ടോപ്പിക് ആണ് എന്ത് ട്രാൻസാക്ഷണൽ അനാലിസിസ്. അപ്പോൾ എന്താണ് ട്രാൻസാക്ഷൻ അനാലിസിസ് പറയുന്നതിന് മുമ്പ് എന്താണ് ട്രാൻസാക്ഷൻ എന്ന് നമുക്ക് നോക്കാം അല്ലെ. വ്യക്തികൾ തമ്മിൽ, അതായത് ഇൻഡിവിജ്വൽസ് തമ്മിൽ നടത്തുന്ന കമ്മ്യൂണിക്കേഷനെ പറയുന്ന പേരാണ് എന്ത് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് വെച്ചാൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ സ്റ്റഡി ചെയ്യുന്നതിനെയാണ് ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന് പറയുന്നത്. 1916 ഡോക്ടർ എറിക് ബേൺ ആണ് ഈ ഒരു ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ അനാലിസിസിന് വൈഡ് അപ്ലിക്കേഷൻ ആണ്. അതായത് ഈവൻ നമ്മുടെ ഓർഗനൈസേഷനിലായിക്കോട്ടെ, ഒരാളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിലായിക്കോട്ടെ, അതുപോലെ തന്നെ ഒരു ക്ലിനിക്കിലായിക്കോട്ടെ, ഒരാളുടെ റിലേഷൻഷിപ്പ്, ബിഹേവിയർ എന്നിവയിലെല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വൈഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റും കൂടെയാണ് ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡോക്ടർ എറിക് ബേൺ ഒരു ഹ്യൂമൻ ബിഹേവിയറിൽ മെയിൻ ആയിട്ടും വരുന്ന 3 എലമെന്റുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഈ ഒരു ട്രാൻസാക്ഷൻ അനാലിസിസിൽ 3 എലമെന്റ്സുകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഈ ഒരു 3 എലമെന്റ്സുകൾ എന്ന് പറയുന്നത് സാധാരണ ഒരു വ്യക്തി ജീവിതത്തിൽ വരുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിൽ വരുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് വരുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ആ ഒരു 3 എലമെന്റ്സുകൾ നമുക്ക് നോക്കാം അല്ലെ. ഒന്നാമത്തെ എലമെന്റ് ആയിട്ട് വരുന്നത് എന്താണ്? പാരന്റ് ഈഗോ സ്റ്റേറ്റ്. രണ്ടാമതായിട്ട് വരുന്നത് എന്താണ്? ചൈൽഡ് ഈഗോ സ്റ്റേറ്റ്. ദെൻ മൂന്നാമത്തെ എലമെന്റ് ആയിട്ട് വരുന്നത് എന്താണ്? അഡൽട്ട് ഈഗോ സ്റ്റേറ്റ്. അപ്പൊ നമുക്ക് ഓരോ ഈഗോ സ്റ്റേറ്റ്സുകളും എന്ത് ചെയ്യാം, വളരെ ഡീറ്റെയിൽ ആയിട്ടും സിമ്പിൾ ആയിട്ടും നോക്കാം. അപ്പോൾ ഒന്നാമത്തെ എലമെന്റ് ആയിട്ടുള്ള പാരന്റ് ഈഗോ സ്റ്റേറ്റ് എന്താന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പാരന്റ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് റൂൾസ്, ഓർഡേഴ്സ്, പണിഷ്മെന്റ്, അതുപോലെ തന്നെ ജഡ്ജ്മെന്റ്, കെയർ എന്നിവയെല്ലാം കൂടിയിട്ടുള്ള ഒന്നാണ് പാരന്റ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ പാരന്റിൽ നിന്നും കേട്ടിട്ടുള്ള പല കാര്യങ്ങളും അല്ലെ എന്ത് ചെയ്യും, നമ്മുടെ മൈൻഡിൽ സ്റ്റോർ ചെയ്യും. അന്ന് നമുക്ക് അതിന്റെ മീനിങ്ങോ കാര്യങ്ങളോ ഒന്നും അറിയില്ല, പക്ഷെ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. പിന്നീടായിരിക്കും അത്തരത്തിലുള്ള അന്ന് സ്റ്റോർ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ബിഹേവിയർ ആയിട്ടൊക്കെ എന്ത് ചെയ്യും. അപ്പൊ നമുക്ക് ഒന്നാമത്തെ എലമെന്റ് ആയിട്ടുള്ള പാരന്റ് ഈഗോ സ്റ്റേറ്റ് എന്താ നമുക്ക് നോക്കാം. പാരന്റ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് റൂൾ, കെയർ, ജഡ്ജ്മെന്റ്, പണിഷ്മെന്റ്, അതുപോലെ തന്നെ ലവ് ആൻഡ് കെയർ എന്നിവയെല്ലാം എന്താണ് ഒത്തുചേരുന്നതാണ് പാരന്റ് ഈഗോ സ്റ്റേറ്റിൽ വരുന്നത്. അപ്പൊ മെയിൻ ആയിട്ടും അല്ലെങ്കിൽ ഈ ഒരു പാരന്റ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ടേപ്പ് റെക്കോർഡ് പോലെയാണ്. ടേപ്പ് റെക്കോർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ കുട്ടികളാവുമ്പോൾ നമ്മുടെ പാരന്റ്സ് പറയും അല്ലെ, ഇങ്ങനെ ചെയ്യണം, ഇതാണ് ശരി, ഇതാണ് ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പല സിറ്റുവേഷനിലും നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, അങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും നമുക്ക് നമ്മുടെ പാരന്റ്സ് ചെറിയ കുട്ടിയാകുമ്പോൾ പറഞ്ഞു തരും അല്ലെ. അപ്പൊ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അന്ന് മൈൻഡിൽ സ്റ്റോർ ചെയ്യും. അന്ന് നമുക്ക് അതിന്റെ മീനിങ്ങോ കാര്യങ്ങളോ ഒന്നും അറിയില്ല എങ്കിലും അതൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോർ ആകുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് പാരന്റ് ഈഗോ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പാരന്റ്സിന്റെ പല കാര്യങ്ങളും നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബിഹേവിയറിനെ പല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ അതിലെല്ലാം ഈ ഒരു പാരന്റ് ഈഗോ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. പ്രധാനമായിട്ടും 2 തരത്തിലാണ് പാരന്റ്സ് വരുന്നത്. നെർച്ചറിങ് ആയിട്ടുള്ള പാരന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ സപ്പോർട്ടീവ് ആയിട്ടുള്ള പാരന്റ്സ് ഉണ്ട്. ഓക്കെ, നെർച്ചറിങ് പാരന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? നർച്ചറിങ് എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താണ്? ലാളിക്ക, അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. വാത്സല്യം എന്നൊക്കെ മീനിങ് വരുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഒരു കുട്ടിയെ നമ്മൾ ഓവറായിട്ട് പ്രൊട്ടക്ട് ചെയ്യുക, ഓവറായിട്ട് കെയർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്, ഒരു നെഗറ്റീവ് സൈഡ് ആയിട്ട് പിന്നീട് വരാം. എന്നാൽ സപ്പോർട്ടീവ് പാരന്റ് എന്ന് പറയുന്നത് എന്താണ്, എല്ലാ കാര്യങ്ങളിലും എന്താണ് ഒരു കൺട്രോളിങ് വരുന്ന പാരന്റ്സ് അല്ലെ. ചില പാരന്റ്സുകൾ ഉണ്ടാവും അവരുടെ മക്കളൊക്കെ എന്ത് ചെയ്യും, നല്ല കൺട്രോളിങ്ങിലായിരിക്കും. ഓക്കെ, അപ്പൊ അത്തരം പാരന്റ്സിനെ പറയുന്ന പേരാണ് എന്ത്, കൺട്രോളിങ് പാരന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ 2 തരത്തിലാണ് പാരന്റ് ഈഗോ സ്റ്റേറ്റിൽ പാരന്റ്സ് വരുന്നത്. ഏതൊക്കെയാണ്? ഒന്നാമത് വരുന്നത് എന്താണ്, സപ്പോർട്ടീവ് പാരന്റ്സ് അല്ലെ. സപ്പോർട്ടീവ് പാരന്റ്സിന് ഒരു എന്താണ് പോസിറ്റീവ് ആയിട്ടുള്ള പാർട്ടാണ് വരുന്നത്. എപ്പോഴും പാരന്റ്സ് എന്തെങ്കിലും കുട്ടികളെ കൺട്രോൾ ചെയ്തിരിക്കും. എന്നാൽ നർച്ചറിങ് പാരന്റിന് എന്താണ്, ഒരു നെഗറ്റീവ് പാർട്ടാണ് വരുന്നത്. കുട്ടികളെ എന്ത് ചെയ്യാണ്, ഓവർ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടും ഓവർ കെയറിങ് കൊടുത്തുകൊണ്ടൊക്കെ ആ കുട്ടികളെ എന്താ നമ്മൾ വഷളാക്കാന്നൊക്കെ പറയും അല്ലെ. അപ്പൊ അത്തരം കേസുകളാണ് ഈ ഒരു നർച്ചറിങ് പാരന്റിന്റെ കേസിൽ വരുന്നത്. അപ്പൊ നമുക്ക് പാരന്റ് ഈഗോ സ്റ്റേറ്റിന്റെ ഉദാഹരണം എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. നമ്മൾ ചെറിയ കുട്ടികളാവുമ്പോൾ നമ്മുടെ പാരന്റ്സ് നമുക്ക് ഒരുപാട് അഡ്വൈസ് തരാറുണ്ട് അല്ലെ. എന്തൊക്കെയാണ്? പരിചയമില്ലാത്ത ആളുകളോട് സംസാരിക്കരുത്, റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് നമ്മുടെ പാരന്റ്സ് തരാറുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെയാണ് പാരന്റ് ഈഗോ സ്റ്റേറ്റിന്റെ ഉദാഹരണങ്ങളായിട്ട് വരുന്നത്.
രണ്ടാമത്തെ എലമെന്റ് ആയിട്ട് വരുന്നത് എന്താണ്? ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് ആണ്. ഓക്കെ, ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? കുട്ടികളുടെ മൈൻഡിലെ കുട്ടികളുടെ മൈൻഡ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? എപ്പോഴും കളിക്കണം, അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു വികൃതികളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള ബിഹേവിയർ ആയിരിക്കും അല്ലെ ചൈൽഡ് എന്ന് പറയുന്നത്. അപ്പൊ ചൈൽഡ് ഈഗോ സ്റ്റേറ്റിൽ മെയിൻ ആയിട്ടും വരുന്നത് എന്താണ്? രണ്ട് ടൈപ്പാണ് വരുന്നത്. അഡാപ്റ്റീവ് ചൈൽഡ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്രീ ചൈൽഡ് ഉണ്ട്. അഡാപ്റ്റീവ് ചൈൽഡ് എന്ന് പറയുന്നത് ഒരു എന്താണ് പാരന്റ്സ് ജസ്റ്റ് പ്രോഗ്രാം ചെയ്തതുപോലെ ബിഹേവ് ചെയ്യുന്ന, അതായത് നല്ല അനുസരണമുള്ള കുട്ടികൾ എന്നൊക്കെ പറയില്ലേ, അത്തരത്തിലുള്ള ചൈൽഡാണ് ഇത് അഡാപ്റ്റീവ് ചൈൽഡ് എന്ന് പറയുന്നത്. അതാണ് പൊതുവെ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ രണ്ടാമത്തെ ചൈൽഡ് ഈഗോ സ്റ്റേറ്റിൽ വരുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഫ്രീ ചൈൽഡ് ആണ്. ഫ്രീ ആയിട്ട് വിട്ട്, അതായത് എപ്പോൾ വേണമെങ്കിലും എന്താണ് കളിക്കാൻ പോകാം, അങ്ങനെ ആ ഒരു കുട്ടികൾക്ക് ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നും കൺട്രോളിംഗ് ഒന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് കുട്ടികളെ വിടുന്ന ടൈപ്പ് ഓഫ് ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് ആണത് ഫ്രീ ചൈൽഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഈ ഒരു ചൈൽഡ് ഈഗോ സ്റ്റേറ്റിൽ വരുന്നത്. ഇപ്പൊ നമുക്ക് ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇപ്പൊ നമ്മൾ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ പല കാര്യങ്ങളും വരും അല്ലെ, അതായത് പാരന്റ് ഈഗോ സ്റ്റേറ്റിൽ, അതായത് നമുക്ക് പാരന്റ്സ് തന്നിട്ടുള്ള അഡ്വൈസുകൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അത്തരത്തിലുള്ള കാര്യങ്ങൾ വരാം. അതുപോലെ തന്നെ ചൈൽഡിന്റെ കേസ്, ഈ ഒരു ചൈൽഡ് ഈഗോ സ്റ്റേറ്റിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ പല ആക്സിഡന്റ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും അല്ലെ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മൈൻഡിൽ വരാം. അപ്പോൾ ഒരു ഹ്യൂമൻ ബിഹേവിയറിന് എന്താണ് ഈ ഒരു ചൈൽഡ് ഈഗോ സ്റ്റേറ്റും അതുപോലെ തന്നെ പാരന്റ് ഈഗോ സ്റ്റേറ്റുകളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ബിഹേവിയറിൽ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. മൂന്നാമത് വരുന്ന എലമെന്റ് ആണ് എന്ത്? അഡൽട്ട് ഈഗോ സ്റ്റേറ്റ്. ഓക്കെ, അഡൽട്ട് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള രണ്ട് ഈഗോ സ്റ്റേറ്റിന്റെയും ഒരു മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് എന്ത്? ഈ ഒരു അഡൽട്ട് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് നേരത്തെ പറഞ്ഞിട്ടുള്ള പാരന്റ് ഈഗോ സ്റ്റേറ്റിൽ നിന്നും അതുപോലെ തന്നെ ചൈൽഡ് ഈഗോ സ്റ്റേറ്റിൽ നിന്നും നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിൽ നിന്നും എടുത്തിട്ടുള്ളത്, അതൊക്കെ അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഫൈനലായിട്ട് ഡിസൈഡ് ചെയ്യുന്ന ഒരു ഈഗോ സ്റ്റേറ്റ് ആണ് എന്ത്? ഈ ഒരു അഡൽട്ട് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു അഡൽട്ട് ഈഗോ സ്റ്റേറ്റിന്റെ എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു സെയിം നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള സെയിം എക്സാമ്പിൾ ആണ്. ഇപ്പോൾ ഒരാൾ അല്ലെങ്കിൽ നമ്മൾ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ പല കാര്യങ്ങൾ വരും അല്ലെ, പാരന്റ് ഈഗോ സ്റ്റേറ്റിലുള്ള കാര്യങ്ങൾ വരും, ചൈൽഡ് ഈഗോ സ്റ്റേറ്റിലുള്ള കാര്യങ്ങളൊക്കെ വരും. പക്ഷെ നമ്മൾ ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ ആ ഒരു സെക്കൻഡിൽ നമ്മൾ എടുക്കുന്ന ഒരു ഡിസിഷൻ ഉണ്ടാകും അല്ലെ, നമ്മുടെ പാരന്റ്സ് പറഞ്ഞ് തന്നിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും നമ്മൾ ചൈൽഡിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ നിന്നല്ല, അതൊക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഒരു ഡിസിഷൻസ് എടുക്കും അല്ലെ. അതായത് കൃത്യമായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് ഭാഗവും നോക്കിയിട്ട് റോഡ് ക്രോസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് കറക്റ്റ് ആയിട്ട് ഒരു ഡിസിഷൻസ് എടുക്കും. അത് അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് ഈഗോ സ്റ്റേറ്റിനെ പറയുന്ന പേരാണ് എന്ത്? അഡൽട്ട് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ എന്താണ് ട്രാൻസാക്ഷൻ അനാലിസിസ്, ഇതിൽ 3 എലമെന്റ്സുകൾ വരുന്നുണ്ട്. ഏതൊക്കെയായിരുന്നു ആ ഒരു 3 ഈഗോ സ്റ്റേറ്റ്സുകൾ? പാരന്റ് ഈഗോ സ്റ്റേറ്റ്സ്, ചൈൽഡ് ഈഗോ സ്റ്റേറ്റ്സ്, അതുപോലെ തന്നെ അഡൽട്ട് ഈഗോ സ്റ്റേറ്റ്സ്. പിന്നെ ഈ ഒരു ടോപ്പിക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ റിയൽ ലൈഫിലും കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ റിയൽ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നും കൂടെയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ഈഗോ സ്റ്റേറ്റ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതുമാണ്. അപ്പോൾ ഇതിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളുമായിട്ട് മിസ് വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.